നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ല. കുരുതിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. യജ്ഞത്തിൽ 1000-ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിറകെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. കുരുതിക്ക് താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു. വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ലെന്നും മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇനി പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരട്ടെ. ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറേ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. അഭിമാന പോരാട്ടത്തിൽ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിച്ച കെ രാധാകൃഷ്ണന് ചേലക്കരയിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷം കെ രാധാകൃഷ്ണനിലൂടെ തിരിച്ചുപിടിച്ചത് 20,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കെ രാധാകൃഷ്ണൻ ചേലക്കരയിലെത്തിയത്. മന്ത്രിസ്ഥാനത്ത് നിന്നും ഇനി MP എന്ന പുതിയ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ നിരവധി പ്രവർത്തകരാണ് രാത്രി വൈകിയും ചേലക്കര സെന്ററിൽ കാത്തുനിന്നത്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലേക്കെത്തിയ കെ രാധാകൃഷ്ണന് ഹൃദയത്തിലേറ്റിയ സ്വീകരണമാണ് ചേലക്കരയിലെ പ്രവർത്തകർ ഒരുക്കിയത്. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും കെ രാധാകൃഷ്ണൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭയിൽ ആലത്തൂർ മണ്ഡലം ഇടത്തോട്ട് തന്നെ നിന്നു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച, എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും സഖാക്കളോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് വൻ ഭൂരിപക്ഷം നൽകിയ കുന്നംകുളവും ചേലക്കരയും തരൂരും ആലത്തൂരുമൊക്കെ വൻ ഭൂരിപക്ഷം സമ്മാനിച്ചില്ലെങ്കിലും കെ രാധാകൃഷ്ണനെ വീണുപോവാതെ ചേർത്തു പിടിച്ചു. നെന്മാറയിലും ചിറ്റൂരും വടക്കാഞ്ചേരിയിലും രമ്യ ഹരിദാസ് നേടിയ നേരിയ മേൽക്കൈ വോട്ടെണ്ണൽ ഘട്ടങ്ങളിൽ കെ രാധാകൃഷ്ണൻ എന്ന നേതാവിനെ മറികടക്കാൻ പോന്നവയുമായിരുന്നില്ല. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് 5 തവണ MLA, 1996 ആദ്യ വിജയത്തിൽ തന്നെ നായനാർ മന്ത്രിസഭയിൽ അംഗമായി. 2006 അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭാ സ്പീക്കർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നെങ്കിലും 2021 ചേലക്കരയിൽ നിന്നും മിന്നും ജയത്തോടെ രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായി. തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ചരിത്രം മാത്രമുള്ള കെ രാധാകൃഷ്ണന്റെ ഇത്തവണത്തെ വിജയം ഇടതുപക്ഷത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വിജയം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്ററിൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ മുരളീധരനും പ്രതികരിച്ചിരുന്നു. തൃശൂർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF മണ്ണൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ കൂട്ടുമുക്കിൽ സമാപിച്ചു. VM അൻവർ സാദിഖ്, M ശിവപ്രകാശൻ, PC പ്രീദത്ത്, അശ്വജിത്ത്, KM അബ്ദുൽ ഹക്കീം, സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ.
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എല്ലാ സർവേയും മറികടന്നുകൊണ്ട് ശ്രീ VK ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് ശ്രീകണ്ഠൻ എത്തും എന്നായിരുന്നു മാധ്യമ സർവേ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തെത്തും എന്നായിരുന്നു മാധ്യമ സർവേയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ വിജയിക്കുകയാണ് ഉണ്ടായത്. തൃശൂരിലെ NDA വിജയം ആഘോഷമാക്കി ഷൊർണൂരിലെ BJP പ്രവർത്തകർ. കുളപ്പുള്ളി ടൗണിൽ ചൊവ്വാഴ്ച വൈകിട്ട് BJP ആഹ്ലാദ പ്രകടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞതിലും സുരേഷ് ഗോപി MP-യായി തിരഞ്ഞെടുക്കപ്പെട്ടതിലും ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കുളപ്പുള്ളി ടൗണിൽ BJP പ്രവർത്തകർ പ്രകടനം നടത്തിയത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. MP സതീഷ് കുമാർ, K പ്രസാദ്, സിനി മനോജ്, MK വിപിൻനാഥ്, V കൃഷ്ണൻകുട്ടി, KR അശ്വതി, ലേഖ രമേഷ്, T ബിന്ദു, ബിന്ദു മുകുന്ദൻ, നിഷ ശശികുമാർ, മനോജ് ആറാണി, KT രവിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണം ക്യാമ്പയിന്റെ നഗരസഭാതല ഉദ്ഘാടനം SMP ജംഗ്ഷൻ പരിസരത്ത് ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ശുചിത്വ ഹർത്താൽ ആചരിച്ച വ്യാപാരി സമൂഹവും യജ്ഞത്തിൽ പങ്കാളികളായി. നല്ല ബോധവൽക്കരണത്തിന്റെ കൂടി ഭാഗമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. ഞാൻ അധികം സംസാരിച്ച സമയം കളയുന്നില്ല, കാരണം ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കലാണ് നമുക്കത്. നമ്മൾ പ്രസംഗം ആവാം, പക്ഷെ അത് പരിമിതപ്പെടുത്താണ്. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നു, പക്ഷെ പരിമിതപ്പെടുത്തുകയാണ്. നമ്മളിന്ന് MLA വരാം എന്നേറ്റതാണ്, പക്ഷെ അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാൻ സാധിക്കാത്തത്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുറകെ വരുന്നവരും സംസാരം കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കലാണ്. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, ജിഷ, കൃഷ്ണകുമാർ, കൗൺസിലർമാരായ പ്രസാദ്, ലത, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ സുധീഷ്, ജയൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നന്ദിയും പറഞ്ഞു. 1000-ലേറെ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് സമഗ്ര ശുചീകരണ യജ്ഞം നടത്തിയത്. SMP ജംഗ്ഷൻ പരിസരത്തായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം. 10 സെക്ടറുകളാക്കി തിരിച്ചാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും SMP ജംഗ്ഷൻ കൂനൻമുക്ക് മുതൽ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും വോളണ്ടിയർമാർ വൃത്തിയാക്കി. റോഡിന്റെ ഇരുവശങ്ങളിലെയും കുറ്റിച്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും വിജയകരമായി പൂർത്തീകരിച്ചു. നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, SN കോളേജിലെ NSS വോളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയെ സ്വച്ഛ് ചാമ്പ്യന്മാരായി ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. മെഗാ ക്യാമ്പയിനോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ വ്യാപാരികൾ രാവിലെ 8 മുതൽ 10 വരെ ശുചിത്വ ഹർത്താൽ ആചരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. യൂണിയൻ നേതൃത്വത്തിൽ ബുധനാഴ്ച ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. ഞാൻ നിങ്ങളത്ര ബോധവാന്മാരല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ ആരംഭം കുറിച്ചത് 1972 സ്വീഡനിലെ ബർക്കോപ്പ് എന്ന സ്ഥലത്ത് വെച്ചാണ് തീരുമാനമായത്. നല്ല തീരുമാനമാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചു. അത് ജൂൺ 5-ാം തീയതി, അതാണ് ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ലോകരാഷ്ട്രങ്ങൾ ലോകം ഒന്നിച്ചടക്കം ഒരു ദിനം ആചരിക്കുന്നത് വളരെ ദുർലഭമാണ്.
അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ദിവസം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ കുളഞ്ചേരിക്കുളത്തിന് സമീപമുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാണ് ശുചീകരിച്ചത്. തുടർന്ന് നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ കെ മണികണ്ഠൻ ക്ലാസ് എടുത്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ES കൃഷ്ണൻ സ്വാഗതവും MK മോഹൻദാസ് നന്ദിയും പറഞ്ഞു. യൂണിയൻ അംഗങ്ങൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 5 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും സമ്മാനിച്ചു. പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ സ്വാഗതവും MK മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചെറുമുണ്ടശ്ശേരി സ്കൂളിലും അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചത്. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. 20 വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടന്നു. ഭൂപുനഃസ്ഥാപനം, മരുവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾ. ചെറുമുണ്ടശ്ശേരി സ്കൂളിലെ പ്രധാന അധ്യാപിക K മഞ്ജു, അധ്യാപകരായ T പ്രകാശ്, വനമിത്ര അവാർഡ് ജേതാവ് N അച്യുതാനന്ദൻ, കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ, ഡോക്ടർ P വിനോദ്, TR ധനേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K സുധി, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമ്മ മസ്ജിദിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ മഹല്ല് പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഖത്തീബ് സൈദലവി അൻവരി മദ്രസ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സന്ദേശം നൽകി. സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, സലീം മൗലവി, ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. വചനം വളരെ പ്രാധാന്യത്തോടെ ഈ സമകാലിക കാലത്തും നമ്മൾ ചേർത്തു വായിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നാളെ അന്ത്യനാൾ സംഭവിക്കുകയാണെങ്കിലും നിങ്ങൾ ഇന്നൊരു നിങ്ങളുടെ കയ്യിലുള്ള തൈ നിങ്ങൾ പിടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അവന്റെ കയ്യിലുള്ള തൈ നട്ടുപിടിപ്പിക്കലും അവന്റെ കൃഷി ചെയ്യലുമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആ കൃഷിയിലൂടെ ഒരുപാട് ആളുകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ വില്ലേജിനു സമീപമുള്ള പ്രദേശത്ത് കൂട്ടിയിട്ട മാലിന്യക്കൂന പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുമ്പോഴാണ് ഏവരെയും ഭീതിയിലാക്കുന്ന ഈ കാഴ്ച. പകർച്ചവ്യാധി പ്രതിരോധത്തിനെതിരെ ജനങ്ങളെ ഉപദേശിക്കുന്ന അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ച കൂടിയാണിത്. മാലിന്യ സംസ്കരണം എന്ന പേരിൽ വീടുകളിൽ നിന്നും പണം ഈടാക്കി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഒരു നാടിനാകെ ആരോഗ്യ ഭീഷണിയിലാക്കി വാടനാകുശി തെങ്ങുംതോപ്പ് പ്രദേശത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ഒത്താശയോടെയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. മഴ ആരംഭിച്ചതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. മാലിന്യകൂമ്പാരത്തിന് സമീപത്ത് താമസിക്കുന്നവർക്ക് രോഗങ്ങൾ പിടിപെടുന്നതായും പരാതി ഉയർന്നു. ഇത് ഭയങ്കര ശല്യമാണ് ഇവിടെ. ഞങ്ങൾക്ക് പനിയൊന്നും വിട്ടുമാറുന്നില്ല. ഇവരോട് എത്ര പറഞ്ഞാലും പിന്നെ ഇത് ഇവിടെ കൊടുന്ന് കൂട്ടിയിടാൻ. നല്ല ഉണങ്ങിയ സാധനങ്ങൾ കൊടുത്തിട്ട് വീണ്ടും ഇവർ മഴയത്താണ് കൊടുന്നിടുന്നത്. ഇത് നമ്മളെ പറമ്പിൽ കൂടെയാണ് മൊത്തം അത് പരന്ന് കിടക്കുന്നത്. എത്ര പറഞ്ഞാലും പിന്നെ ഇവർ മനസ്സിലാണില്ല. പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാണില്ല. പിന്നെ ഇതേപോലെ തന്നെ കൊടുന്നിട്ടാണ്. അപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ? അവർ ശരിയാക്കാൻ ലോഡ് കയറ്റുണ്ടെന്ന് പറയും. ലോഡ് കയറ്റി അതിൻ്റെ ഡബിൾ വീണ്ടും കൊടുന്നിടും. ഇതൊക്കെ മഴയത്താണ് കിടക്കുന്നത്. ഇപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചാക്കിലും കവറുകളിലുമായി ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്. മഴ പെയ്തോടെ ഈ മാലിന്യത്തിൽ നിന്നുള്ള വെള്ളം ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളിലാണ് കലരുന്നത്. തെരുവുനായ്ക്കൾ മാലിന്യം കടിച്ച് റോഡിലും വീടുകളിലും കുടിവെള്ള സ്രോതസ്സിലൊക്കെ കൊണ്ടുവന്നിടുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പനിയായിട്ടാണ് ഇവിടെ എന്നും കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രത്തോളം ഇങ്ങനെയാണ് കിടക്കുന്നത്. എല്ലായിടത്തും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടിട്ടിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ അടുത്തുനിന്നൊക്കെ ഇവർ ഉണങ്ങിയിട്ടാണ് കൊണ്ടുപോകുള്ളൂ, അല്ലാതെ അവർ വാങ്ങില്ല.
ഇവിടെ വന്നിട്ട് ഈ മഴയത്തും ഇതിലും കടന്നിട്ട് കൊതുക് മുട്ടടാനാണ് ഇവിടെ കൊടുന്നിടണത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. പരാതി പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് ഭീഷണി ഉൾപ്പെടെയുള്ള നിഷേധ നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പരിസരവാസികൾ ആരോപിച്ചു. ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് 4-ാം തീയതി ഞങ്ങളെ ശമ്പളം ഊരിയേക്കുന്ന ദിവസമാണ്, അതിന് വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് ലോഡുകൾ കൊടുന്നിടാനും വേണ്ടി വന്നാണ്. അങ്ങനെ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെമ്പറാണ് 10ാം വാർഡിൽ. അവൾക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഇതെല്ലാ വാർഡിലത്തെയും 1 തൊട്ട് 10, 17, 20 വരെയുള്ള വാർഡിലെല്ലാ വേസ്റ്റുകളും കൊടുത്തിടുന്നത് ഇവിടെയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒന്ന് വന്ന് നോക്ക്, ഞങ്ങളുടെ മെമ്പറല്ല, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ല വെച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്താ വെച്ചിട്ടാ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ പോയി പരാതി കൊടുത്തോ. ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ 2 മെമ്പർമാരുണ്ടായിരുന്ന ഒരു സുനിത പറഞ്ഞ ഒരു ഉണ്ണിയാറുണ്ട്. ഞങ്ങൾ വിളിച്ചാൽ ഇപ്പുറത്ത് വന്നിട്ട് എന്താ പ്രശ്നം വെച്ചാൽ പരിഹരിച്ചായിരുന്നു. ഇവള് കേസ് കൊടുത്തോളി എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ കുറച്ച് പഠിച്ചിട്ടുണ്ട് കൊണ്ട് അത് കാരണം ഇവള് കേസ് കൊടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത് വിഷമം, അവളോടൊരു വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല. എനിക്കൊരു രാഷ്ട്രീയമല്ല, എനിക്ക് എല്ലാ രാഷ്ട്രീയമുള്ളതുകൊണ്ട് ജീവിക്കണം. വീട്ടിലത് കൊച്ചുമക്കൾക്കും പനികളും കാര്യങ്ങളാണ്. ഇത് ഈ വേസ്റ്റ് കടിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ചെരുപ്പ് പോലും പുറത്തിടാൻ പറ്റുന്നില്ല, എല്ലാം ഉള്ളത്. മാലിന്യത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകളുടെ ഉത്ഭവ കേന്ദ്രമായി ഇവിടെ മാറി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയെങ്കിലും അതെല്ലാം പ്രഹസനമാകുന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരള ജംഇയ്യത്തുൽ ഉലമ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ PT ഉസ്താദ് അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്ന മഹാനായ PT ഉസ്താദ്, ആ ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ പേരാകുന്ന PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരെന്ന് പോലും ആരും അങ്ങനെ പരിചയപ്പെടുത്താറില്ല. PT ഉസ്താദ് എന്ന് മാത്രം നമുക്കെല്ലാം അറിയാവുന്ന മഹാനായി. അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി ശവ്വാൽ 16-നാണ് അദ്ദേഹം അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഉദുവടി റൗളത്തുൽ ഉലൂം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ച സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന PT ഉസ്താദിന്റെ അനുസ്മരണ യോഗത്തിൽ ജംഇയ്യത്തുൽ ഖുത്തുബ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KP മൂസൽ ഫൈസി അധ്യക്ഷനായി. സമസ്ത തൃശൂർ ജില്ലാ മുഷാവറ അംഗം സിദ്ദിഖ് ഫൈസി മങ്കര അനുസ്മരണ പ്രഭാഷണവും SKSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഫിൽ സിദ്ദിഖ് ഫൈസിയും ഉമ്മർ ബാഗവിയും ഉൾഹിയത്ത് പഠന ക്ലാസ് നിർവഹിച്ചു. ചേലക്കര റേഞ്ച് പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KK ഉണ്ണിൻകുട്ടി മുസ്ലിയാർ, യൂസഫ് ഫൈസി, മുഹമ്മദ് കുട്ടി ദാരിമി, അബ്ദുൾ ജബാർ അൻവരി, MS മുഹമ്മദ് കുട്ടി ഹാജി, CA സുലൈമാൻ മുസ്ലിയാർ, PS ഗമറുദ്ദീൻ മുസ്ലിയാർ, അബ്ബാസ് ദാരിമി, സലീം കല്ലിങ്കൽ, VP ഷാഹിദ് കോയ തങ്ങൾ, ബഷീർ ബാഗവി എന്നിവർ സംസാരിച്ചു. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ ദാരിമി സ്വാഗതവും ജംഇയ്യത്തുൽ ഖുത്തുബ വടക്കാഞ്ചേരി മേഖലാ ജനറൽ സെക്രട്ടറി BAM അജ്മൽ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് K മുരളീധരൻ. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ല. കുരുതിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. യജ്ഞത്തിൽ 1000-ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.